ഇത് സാധാരണ ഈ ലാപ്രോസ്കോപ്പിക് സർജറിയിൽ നമ്മൾ നിങ്ങൾക്കറിയാം താക്കോൽ ദ്വാര സർജറിയിൽ വളരെ ചെറിയ ഒരു ഇൻസിഷൻസ് മാത്രമേ 1 സെൻറ്റിമീറ്റർ 2 സെൻറ്റിമീറ്റർ ഉള്ള മുറിവുകളിലൂടെയാണ് ലാപ്രോസ്കോപ്പിക് സർജറി ചെയ്യുക. അപ്പോൾ വലിയ ഇപ്പോൾ ഗർഭപാത്രം പോലുള്ള അല്ലെങ്കിൽ കിഡ്നി പോലുള്ള അത്തരം വലിയ അവയവങ്ങൾ നമുക്ക് ഈ മുറിവിലൂടെ എടുക്കാൻ പറ്റില്ല. അപ്പോൾ ആ അവയവങ്ങൾ ആ ശരീരത്തിനുള്ളിൽ വെച്ച് തന്നെ ജ്യൂസ പോലെ ആക്കുന്ന അതിനാണ് മോസിലേറ്റർ എന്ന് പറയുന്നത്. ആ ഉപകരണത്തെ പറ്റിയാണ് അദ്ദേഹം ചോദിക്കുന്നത്. അപ്പോൾ അദ്ദേഹം ഒരിക്കലും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ഇത് നഷ്ടപ്പെട്ടു എന്നൊരു മൊഴി നൽകിയിട്ടില്ല. ഇതിൻ്റെ കാര്യം അദ്ദേഹം കൃത്യമായി വിശദീകരിച്ചിട്ടുണ്ട്. കാരണം ഈ മൊഴി എഴുതി തയ്യാറാക്കിയത് മലയാളത്തിലാണ്. മലയാളത്തിലുള്ള മൊഴി അദ്ദേഹം നോക്കുമ്പോൾ തന്നെ അത് വായിക്കാൻ പറ്റുന്നില്ല, അതിൻ്റെ വ്യാകരണങ്ങൾ തെറ്റായിരുന്നു. അപ്പോൾ അദ്ദേഹം ഈ എഴുതുന്ന ആ ഒരു ലേഡിയോട് പറഞ്ഞു, ഞാൻ വേണമെങ്കിൽ ഞാൻ എഴുതി തരാം, ഇതിൻ്റെ ഇത് കുറേ അക്ഷരത്തെറ്റുകളുണ്ട്, വായിക്കാൻ പറ്റുന്നില്ല. അപ്പം ഇവർ പറഞ്ഞാൽ കുഴപ്പമില്ല സാറ് ഒപ്പിട്ടാൽ മതി, സാറിന് തിരക്കുണ്ടാവുമല്ലോ. അപ്പോൾ ഈ മലയാളത്തിൽ എഴുതിയ ഒരു മൊഴിയാണ് ഡോക്ടർ ഹാരിസ് ഒപ്പിട്ടിട്ട്. പക്ഷേ ഇതിപ്പോൾ വന്നിട്ടുള്ള അന്വേഷണ റിപ്പോർട്ട് ഇംഗ്ലീഷിലെ റിപ്പോർട്ട്, അദ്ദേഹം ആ ഒരു ഇംഗ്ലീഷിലുള്ള റിപ്പോർട്ട് അദ്ദേഹം ഒപ്പിട്ടിട്ടുമില്ല, കണ്ടിട്ടുമില്ല. അദ്ദേഹം ഈ ഒരു മോസിലോസ്കോപ്പിൻ്റെ കാര്യം അദ്ദേഹം പറയുണ്ടായി. അനൗപചാരികമായിട്ട് ഇതെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ അദ്ദേഹത്തോട് ചോദിക്കേണ്ടായി, ഇങ്ങനെ ഒരു ഇൻസ്ട്രുമെൻ്റ് കാണാനില്ല എന്ന് കേട്ടല്ലോ. അപ്പോൾ അദ്ദേഹം പറഞ്ഞു അങ്ങനെ ഒരു കാണാനില്ല എന്നത് പോലും അദ്ദേഹത്തിന് അറിയില്ലായിരുന്നു. കാരണം അങ്ങനെ പറഞ്ഞപ്പോൾ ഇത് കൺഫേം ചെയ്തിട്ട് അങ്ങനെയാണോ എന്ന് അദ്ദേഹം ചോദിക്കേണ്ടായി. ഇതാണ് ഈ ഒരു ഇൻസ്ട്രുമെൻ്റ് കാണാനില്ല എന്നുള്ള രീതിയിൽ പ്രചരിക്കപ്പെട്ടത്. ഇത് ആദ്യം ഓസിലോസ്കോപ്പ് എന്ന് പറഞ്ഞു, പിന്നെ മോസിലോസ്കോപ്പ് എന്ന് പറഞ്ഞു. സത്യത്തിൽ ഇത് ടിഷ്യൂ മോസിലേറ്റർ എന്ന് പറയുന്ന ഉപകരണം കാണാനില്ല എന്നായിരിക്കും ചോദിച്ചിട്ടുണ്ടാവുക. അതെ, അത് ഏതാ ഉപകരണം? കാരണം ഒരുപാട് ഉപകരണങ്ങളുണ്ട്. അപ്പോൾ ഇങ്ങനെ കാണാനില്ലല്ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളായാലും ഇപ്പോൾ അന്ന് അന്താളിച്ചു പോകും. കാണാനില്ലേ എന്നുള്ള രീതിയിൽ ഇല്ലേ എന്നുള്ളൊരു ആശ്ചര്യം പ്രകടിപ്പിക്കുക മാത്രമാണ് അദ്ദേഹം ചെയ്തത്. അതാണ് അദ്ദേഹത്തിൻ്റെ ഒരു മൊഴിയായിട്ടും പിന്നെ ഇങ്ങനെ ഒരു വന്നത്. അങ്ങനെ ഒരു മൊഴി അദ്ദേഹം കൊടുത്തിട്ടില്ല എന്ന് തന്നെയാണ് അദ്ദേഹം. അങ്ങനെ ഒരു മൊഴി ഉണ്ട് എന്നിപ്പോഴും സ്ഥിരീകരിച്ചിട്ടില്ല. നമ്മളാരും അന്വേഷണ റിപ്പോർട്ട് കണ്ടിട്ടുമില്ല. അതെ, നമ്മൾ കണ്ടിട്ടില്ല അദ്ദേഹം. പക്ഷേ ഇങ്ങനെ പറഞ്ഞല്ലോ എന്ന് അദ്ദേഹത്തോട് ഇന്നലെ സംഘടന ചോദിക്കുകയുണ്ടായി. അപ്പോൾ ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞ മറുപടിയാണ് ഇപ്പോൾ ഞാനിവിടെ അറിയിച്ചത്. അതായത് ഈ നൽകിയ മൊഴിയിൽ പിന്നീട് എഴുതി തയ്യാറാക്കിയതിൽ ഇങ്ങനെ ഒരു പരാമർശമേ ഇല്ല. അറിയില്ല, അത് നമ്മൾ കണ്ടിട്ടില്ല. ഇപ്പോൾ മൊഴി ഉണ്ട് എന്ന് പറയുന്നത് കൊണ്ട് പറഞ്ഞതാണ്. അപ്പോൾ ഇന്നലെ അദ്ദേഹത്തോട് ചോദിക്കേണ്ടായി, ഇങ്ങനെ ഒരു മൊഴി താങ്കൾ നൽകിയിട്ടുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം ഞങ്ങൾക്ക് നൽകിയ വിശദീകരണമാണ് ഇപ്പോൾ ഞാനിവിടെ പറഞ്ഞത്. ഓക്കെ, അല്ലാതെ മൊഴി നൽകിയിട്ടില്ല. അങ്ങനെ ചോദിച്ചപ്പോൾ അനൗപചാരികമായിട്ട് കാണാൻ അറിയില്ല, പരിശോധിക്കാം എന്നുള്ള രീതിയിലാണ് അദ്ദേഹം പറഞ്ഞത്. അതായത് ഈ പ്രിൻസിപ്പാലിനും ഈ ന്യൂറോ സർജനും ഈ ഉപകരണം ഏതാണെന്ന് അറിയില്ല, ആ ഉപകരണം അവർക്ക് ഉപകാരപ്പെടുന്ന ഒരു കാര്യവുമല്ല. അപ്പോൾ ഏതോ ഉപകരണത്തെ കാര്യം പറഞ്ഞപ്പോൾ അദ്ദേഹം അന്താളിച്ചു പോയതാകാം. അത്രേ ഉള്ളൂ. കേട്ടല്ലോ അഡ്വക്കേറ്റ് അരുൺകുമാർ, ഇതാണ് സംഭവം. അതാണ് നിങ്ങൾ മൊഴിയുണ്ടെന്ന് തർപ്പിച്ച് പറയും. നിങ്ങളുടെ സ്രോതസ് നിങ്ങൾക്ക് നൽകുന്ന വിവരം അതാണ്. അതെ, ഒരു യൂണിയന്റെ നേതാവ് വന്ന് അവർ തമ്മിലുള്ള സ്വകാര്യ സംഭാഷണത്തിൽ പറഞ്ഞ കാര്യം വന്ന് പറയുമ്പോൾ അത് ആധികാരികം. ഇവിടെ കൃത്യമായി മന്ത്രി ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രതികരിച്ചിട്ടുണ്ട്, പ്രിൻസിപ്പൽ പ്രതികരിച്ചിട്ടുണ്ട്, സൂപ്രണ്ട് പ്രതികരിച്ചിട്ടുണ്ട്, ഇതേ ഡോക്ടർ തന്നെ പ്രതികരിച്ചിട്ടുണ്ട്. ഇതിപ്പോൾ അന്വേഷണ കമ്മീഷൻ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയല്ലേ. ആദ്യത്തെ കമ്മീഷൻ അന്വേഷിച്ച് റിപ്പോർട്ട് കൊടുത്തു, അതിൽ ചില ശുപാർശകൾ വന്നു, അതെല്ലാം നിയമപരമാണ്, സർക്കാർ ജീവനക്കാരുടെ കോൺട്രാക്ട് റൂൾസുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ്. അതിൽ ഉള്ള ശുപാർശ നടപ്പാക്കുന്നു. രണ്ടാമത് അതിൽ വന്ന ശുപാർശയുടെ അടിസ്ഥാനത്തിൽ കൃത്യമായിട്ടുള്ള DME അന്വേഷണം നടത്തുന്നു. അതിൻ്റെ റിപ്പോർട്ട് വരട്ടെ. അതിനിടയിൽ തന്നെ ആരെങ്കിലും ക്രൂശിക്കാനോ അപമാനിക്കാനോ ഒന്നും ഗവൺമെൻറ് ശ്രമിച്ചിട്ടില്ല. മാധ്യമങ്ങൾ ഇവിടെ ആദ്യം കൊടുത്ത തന്നെ എല്ലാം ഡോക്ടർക്ക് അനുകൂലം, മൊഴികളെല്ലാം ഡോക്ടർക്ക് അനുകൂലം, വലിയ ഹെഡിങ് വന്നാണ് മാധ്യമങ്ങളിൽ. അതുപോലെ മന്ത്രിയുടെ വാദം പൊളിയുന്നു, അതുപോലെ തന്നെ ഡോക്ടറെ കുടുക്കാൻ കമ്മീഷൻ, ഇവിടെ വന്ന ചില പത്രങ്ങളുടെ ഹെഡിങ് ആണ്. അതുപോലെ മന്ത്രി പ്രതിക്കൂട്ടിലാകുന്നു, മന്ത്രിയുടെ വാദം പൊളിയുന്നു, ഓരോ ദിവസം വന്ന വാർത്തയാണ്. ഇത്തരത്തിൽ ഏറ്റവും ബഹുമാനപ്പെട്ട ഡോക്ടർമാർ അന്വേഷിച്ച് ഒരു റിപ്പോർട്ട് കൊടുക്കുമ്പോഴേക്കും തൊടുപ്പും തൊങ്ങലൊക്കെ വെച്ചിട്ട് ഇങ്ങനെ വാർത്ത കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അത്തരം വാർത്ത കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ ആധികാരികമായിട്ടുള്ള റിപ്പോർട്ട് വരട്ടെ, അതിനുശേഷം നമുക്ക് അതിൻ്റെ ഉള്ളടക്കത്തിലേക്ക് കടക്കാം എന്നതാണ് ഞാൻ സൂചിപ്പിച്ചത്.